നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എന്നു വരുമെന്ന ചോദ്യം അവസാനിക്കുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്നതോടെ കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി എന്നതിനൊപ്പം രാഷ്ട്രീയ പ്രസക്തമായ തീരുമാനത്തിലേക്കാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. രണ്ടാം ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കുന്ന പ്രിയങ്ക അവരെ ഏറ്റവും സുരക്ഷിതമായ സീറ്റിൽ മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസ് നടത്തുമ്പോൾ ചെറിയ പദ്ധതികൾ ആയിരിക്കില്ല പാർട്ടിക്ക് മുന്നിലുള്ളതെന്ന് ഉറപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ടിടത്തും വിജയിച്ചപ്പോൾ എവിടെ നിലനിർത്തുമെന്നതായിരുന്നു രാഹുൽ ഗാന്ധി അഭിമുഖീകരിച്ച ചോദ്യം. എല്ലാവർക്കും സന്തോഷമുള്ള തീരുമാനമെത്തുമെന്ന് ആവർത്തിച്ചപ്പോഴെല്ലാം പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്കായിരുന്നു അത് വിരൽ ചൂണ്ടിയത്. ഉത്തർപ്രദേശിലെ റായ്ബറേലി കോൺഗ്രസിനെയും രാഹുലിനെയും സംബന്ധിച്ച് നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി പാർലമെന്റിൽ പ്രതിപക്ഷമുഖമാകേണ്ട രാഹുൽ സുപ്രധാന മണ്ഡലമൊഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല. ഈ ഘട്ടത്തിലാണ് വയനാട് ഒഴികെയെന്ന തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത്. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിൽ അമേഠി പരാജയപ്പെടുത്തിയപ്പോൾ രാഹുലിനെ പാർലമെന്റിലേക്ക് നടത്തിച്ചത് വയനാട്ടുകാരാണ്. ആ വയനാടിനെ ഉപേക്ഷിക്കുകയെന്നത് വ്യക്തിപരമായി രാഹുലിനും രാഷ്ട്രീയമായി കേരളത്തിലെ കോൺഗ്രസിനും തിരിച്ചടിയുണ്ടാക്കുന്നതാവുമെന്ന ബോധ്യവും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക എന്ന ഫയർ ബ്രാൻഡിനെ കോൺഗ്രസ് കളത്തിലിറക്കി സുപ്രധാന നീക്കം കോൺഗ്രസ് നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് വയനാട് ഒരു ബാലികേറ മലയല്ലെന്ന് ഒറ്റവാക്കിൽ പറയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചവരാണ് വയനാട്ടുകാർ. ഈ തെരഞ്ഞെടുപ്പിലും രാഹുലിനെ മണ്ഡലം ചേർത്തുപിടിച്ചിട്ടുണ്ട്. അനിവാര്യമായ ഈ ഘട്ടത്തിൽ പ്രിയങ്കയെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് വയനാട് തന്നെയാണ്. 2019 വയനാട്ടിൽ ആദ്യ മത്സരത്തിന് രാഹുൽ എത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് പ്രിയങ്കയായിരുന്നു. പിന്നീട് രാഹുലിനൊപ്പം പലവട്ടം പ്രിയങ്ക വയനാട്ടിലെത്തിയിട്ടുണ്ട്. അതേസമയം കന്നി അംഗത്തിനായി പ്രിയങ്ക ചുരം കയറുമ്പോൾ രാഹുലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ പാർലമെന്റിലെത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ.